അപ്പോൾ നമ്മൾ ഇനി 116-ാമത്തെ പേജിൽ രണ്ടാമത്തെ സെക്ഷനിലേക്ക് വരികയാണ്. ഓക്കെ, എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. 116-ാമത്തെ പേജിൽ ആ കോളത്തിന് താഴെയുള്ള ഭാഗമാണ് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത്. ഓക്കെ, പീപ്പിൾ ഹൂ ആർ കോൺഷ്യൻസ് ഓഫ് ജെൻഡർ ജസ്റ്റിസ് ഷേപ്പ് എ ജസ്റ്റ് സൊസൈറ്റി ദാറ്റ് എൻഷുവേഴ്സ് ഈക്വൽ റൈറ്റ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഡിഗ്നിറ്റി. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ലിംഗനീതി ബോധമുള്ള ജനതയാണ് തുല്യ അവകാശങ്ങളും അവസരങ്ങളും അന്തസ്സും ഉറപ്പാക്കുന്ന നീതിയുക്തമായ ഒരു സമൂഹത്തെ രൂപപ്പെടുത്തുന്നത്. ഇവിടെ ഒന്ന് മനസ്സിലാക്കുക. പീപ്പിൾ ഹൂ ആർ കോൺഷ്യൻസ് ഓഫ്, അതായത് ജനങ്ങൾ എന്തിനെക്കുറിച്ച്? ഹൂ ആർ, ആർക്കെല്ലാം, കോൺഷ്യൻസ് ബോധ്യമുണ്ടോ, ഓഫ് ജെൻഡർ ജസ്റ്റിസ്. ജെൻഡർ ജസ്റ്റിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? തുല്യ അവകാശങ്ങൾ ആർക്കെല്ലാമാണ്? സ്ത്രീക്കും പുരുഷനും തുല്യ അവകാശങ്ങൾ ആണ് എന്ന് ബോധ്യമുള്ള ഒരു സമൂഹം. ഓക്കെ, ഷേപ്പ് എ ജസ്റ്റ് സൊസൈറ്റി. അവരെങ്ങനെ ചെയ്യുന്നു? അവർ നീതിയുക്തമായ ഒരു സമൂഹത്തെ, ജസ്റ്റ് സൊസൈറ്റി എന്ന് വെച്ചാൽ നീതിയുക്തമായ സമൂഹത്തെ രൂപപ്പെടുത്തുന്നു. ദാറ്റ് എൻഷുവേഴ്സ്, അതെന്ത് ചെയ്യുന്നു? ഉറപ്പാക്കുന്നു. എന്ത്? ഈക്വൽ റൈറ്റ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഡിഗ്നിറ്റി. ഈക്വൽ റൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? തുല്യ അവസരങ്ങൾ അല്ലെങ്കിൽ തുല്യമായിട്ടുള്ള അവസരങ്ങളും അതുപോലെ തന്നെ ഈക്വൽ റൈറ്റ് ഓപ്പർച്യൂണിറ്റീസ്, അതായത് അവസരങ്ങളും അതുപോലെ ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് തുല്യ അവകാശങ്ങളും അതുപോലെ തന്നെ അന്തസ്സും നൽകുന്നു. തുല്യ അവകാശങ്ങളും തുല്യ അവസരങ്ങളും തുല്യമായിട്ടുള്ള അന്തസ്സും നൽകുന്ന ഒരു സൊസൈറ്റി നമുക്ക് വേണ്ടത് എപ്പോഴാണ് ലഭിക്കുക? ലിംഗനീതി ബോധമുള്ള കോൺഷ്യൻസ് ഓഫ് ജെൻഡർ ജസ്റ്റിസ്, അതായത് തുല്യ ലിംഗനീതി ബോധമുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ട് ബോധ്യമുള്ള ഒരു സമൂഹം ഷേപ്പ് ചെയ്യുന്നു, രൂപപ്പെടുത്തുന്നു. ജസ്റ്റ് സൊസൈറ്റി, നീതിബോധമുള്ള എങ്ങനെയാണ്? ഈക്വൽ റൈറ്റ്, തുല്യ അവകാശങ്ങളും തുല്യ അവസരങ്ങളും അതുപോലെ തന്നെ അന്തസ്സുമുള്ള ഒരു സമൂഹത്തെ രൂപപ്പെടുത്തുന്നതിന് സഹായിക്കുന്നു. ഓക്കെ, ഇനി അടുത്ത പാരഗ്രാഫിലേക്ക് പോവുകയാണ്. ചിൽഡ്രൻ അക്വയർ അവയർനെസ് ഓൺ ജെൻഡർ ജസ്റ്റിസ്, ഡിസ്ക്രിമിനേറ്റീവ് പവർ ആൻഡ് സോഷ്യൽ ഇൻ്ററാക്ഷൻസ് ഡ്യൂറിങ് ദെയർ അഡോളസൻസ്. ഇവിടെ എന്താണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? എന്ന് ചോദിച്ചാൽ ലിംഗനീതി ബോധവും വിവേചന ബുദ്ധിയും സാമൂഹ്യ ഇടപെടലുകളും കുട്ടികൾ ആർജിക്കുന്നത് കൗമാരത്തിലാണ്. ഏതെല്ലാമാണ്? ചിൽഡ്രൻ അക്വയർ, അതായത് കുട്ടികൾ ആർജിക്കുന്നു. അവയർനെസ്, ബോധ്യം. ഓൺ ജെൻഡർ ജസ്റ്റിസ്, ലിംഗനീതിയെക്കുറിച്ചുള്ളത് എപ്പോഴാണ്? ഡിസ്ക്രിമിനേറ്റീവ് പവർ, എപ്പോഴാണ്? വിവേചന ബുദ്ധി. ഡിസ്ക്രിമിനേറ്റീവ് പവർ എന്ന് വെച്ചാൽ വിവേചന ബുദ്ധി. ആൻഡ് സോഷ്യൽ ഇൻ്ററാക്ഷൻസ്, അതായത് സാമൂഹികമായിട്ടുള്ള ഇടപെടലുകളും അതുപോലെ തന്നെ ഡ്യൂറിങ് ദെയർ അഡോളസൻസ്, എപ്പോഴാണ്? കൗമാര കാലഘട്ടത്തിൽ. അപ്പോൾ എപ്പോഴാണ് കുട്ടികൾ ഈ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നത്? ഓർ വാട്ട് ദേ ആർ അണ്ടർസ്റ്റാൻഡിങ് ഇൻ ദെയർ കൗമാര കാലഘട്ടം അല്ലെങ്കിൽ അഡോളസൻസ്? ദേ അണ്ടർസ്റ്റാൻഡ്, ദേ ബിക്കം അവെയർ ഓൺ ജെൻഡർ ജസ്റ്റിസ്, ലിംഗനീതിയെക്കുറിച്ചും ഡിസ്ക്രിമിനേറ്റീവ് പവർ, അതായത് വിവേചന ബുദ്ധിയെക്കുറിച്ചും സോഷ്യൽ ഇൻ്ററാക്ഷൻ, സാമൂഹികമായിട്ടുള്ള ഇടപെടലിനെക്കുറിച്ചും എങ്ങനെ വേണമെന്ന് അവർ മനസ്സിലാക്കുന്നത് എപ്പോഴാണ്? അവർ മനസ്സിലാക്കുന്നത് കൗമാര കാലഘട്ടത്തിൽ അല്ലെങ്കിൽ അഡോളസൻസ് കാലഘട്ടത്തിലാണ്. Adolescence is an important phase in every child's life, as the knowledge and awareness they acquire during this phase is shaping them into better social being. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? കുട്ടികൾ നേടുന്ന അറിവും അവബോധവും എപ്പോഴ്? അഡോളസൻസ് ആയിരിക്കുമ്പോൾ. എപ്പോഴാണ്? അഡോളസൻസ് ആയിരിക്കുമ്പോൾ കൗമാര കാലഘട്ടത്തിൽ കുട്ടികൾ നേടുന്ന അറിവും അവബോധവും മികച്ച ഒരു സാമൂഹിക ജീവിയായി അവരെ രൂപപ്പെടുത്തുന്നതിനാൽ കൗമാര കാലഘട്ടം ഓരോ കുട്ടിയുടെയും ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഘട്ടമാണ്. ഓക്കെ, അഡോളസൻസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫേസ്, അതായത് അഡോളസൻസ് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഘട്ടമാണ്. അല്ലെങ്കിൽ കാലഘട്ടമാണ്. അഡോളസൻസ്, കൗമാരം. ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ്, വളരെ പ്രധാനപ്പെട്ട ഫേസ്, ഘട്ടം അല്ലെങ്കിൽ കാലഘട്ടം. ഇൻ എവറി ചൈൽഡ്സ് ലൈഫ്, എല്ലാ കുട്ടികളുടെയും ജീവിതത്തിൽ. ആസ് ദ നോളജ്, അവർക്ക് അറിവ് കിട്ടുന്നു. ആൻഡ് അവയർനെസ്, ബോധ്യമാകുന്നു. ദേ അക്വയർ, ആ സമയത്ത് കിട്ടുന്നു.
കിട്ടുന്ന ബോധ്യങ്ങളും അറിവുകളും അവർ നേടിയെടുക്കുന്നത് എപ്പോൾ ഡ്യൂറിങ് ദിസ് ഫേസ് ഈ കാലഘട്ടത്തിൽ. അതുകൊണ്ട് എന്താണ് ഗുണമുണ്ടാകുന്നത്? ഈസ് ഷേപ്പിംഗ് അവരെ രൂപപ്പെടുത്തുന്നു ഇൻറ്റു എ ബെറ്റർ സോഷ്യൽ ബീയിങ് അവരെ ഒരു നല്ല സാമൂഹിക ജീവിയായിട്ട് രൂപപ്പെടുത്തുന്നു. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദ ചിൽഡ്രൻ ടു ഗെറ്റ് പ്രോപ്പർ അഡോളസെൻ്റ് എഡ്യൂക്കേഷൻ. അതുകൊണ്ട് എന്താണ് പറയുന്നത്? കുട്ടികൾക്ക് ശരിയായിട്ടുള്ള കൗമാര വിദ്യാഭ്യാസം ലഭിക്കേണ്ടത് അനിവാര്യമാണ്. സോ അതുകൊണ്ട് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് ഫോർ ചിൽഡ്രൻ കുട്ടികൾക്ക് ടു ഗെറ്റ് പ്രോപ്പർ അഡോളസെൻ്റ് എഡ്യൂക്കേഷൻ കൗമാര വിദ്യാഭ്യാസം. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്ന ഏതാണ്? 117 നോക്കാം. വാട്ട് ഈസ് യുവർ റെസ്പോൺസ് ടു ദ എക്സ്ട്രാക്ട് ഓഫ് ആൻ ആർട്ടിക്കിൾ ഗീവൺ ബിലോ? നിങ്ങളുടെ ആ ഒരു പ്രതികരണം എന്തിനോടുള്ള പ്രതികരണമാണ്? നിങ്ങളുടെ ചുവടെ നൽകിയിരിക്കുന്ന ലേഖന ഭാഗത്തോട് ഉള്ള നിങ്ങളുടെ പ്രതികരണം എന്താണ് എന്നാണ് ചോദിക്കുന്നത്. വാട്ട് ഈസ് യുവർ റെസ്പോൺസ്? നിങ്ങളുടെ പ്രതികരണം എന്താണ്? ടു ദ എക്സ്ട്രാക്ട്, അതായത് പറിച്ചെടുത്ത് വെച്ചിരിക്കുന്ന, അതായത് ഒരു ലേഖന ഭാഗമാണ് ഇവിടെ തന്നിരിക്കുന്നത്. എക്സ്ട്രാക്ട് എന്ന് വെച്ചാൽ ഒരു പദാർത്ഥത്തിൽ നിന്നും കുറച്ച് മാത്രം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ആ ഭാഗത്തോടുള്ള ആർട്ടിക്കിൾ, അതായത് ഒരു വലിയ ആർട്ടിക്കിൾ ലേഖനത്തിൻ്റെ ഒരു ചെറിയ ഭാഗം താഴെ തന്നിട്ടുണ്ട്. അതിനോടുള്ള നിങ്ങളുടെ പ്രതികരണം എന്താണ് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ആ ലേഖന ഭാഗത്തേക്കാണ് പോകുന്നത്. ഓക്കെ, നിങ്ങൾ റെഡിയായി എന്ന് തോന്നുന്നു. ലേഖന ഭാഗം എടുക്കുവാനായിട്ട് നിങ്ങൾ 117 പേജിലേക്ക് പോവുക. ഓക്കെ, 117 പേജ് എടുത്തു കഴിഞ്ഞാൽ ആ ഗ്രീൻ ബ്ലൂ ആയിട്ടുള്ള ഗ്രേ കളറിനകത്ത് തന്നിരിക്കുന്ന പാഠഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, ഫിസിക്കൽ ചേഞ്ച് ആൻഡ് സെക്സ്വൽ ഡെവലപ്മെൻറ്റ് ഇൻ ടീനേജേഴ്സ് ക്യാൻ മേക്ക് ദം ക്യൂരിയസ് ആൻഡ് ആങ്ഷ്യസ്. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? കൗമാരക്കാരിലുണ്ടാകുന്ന ടീനേജേഴ്സ്, അതായത് കൗമാരക്കാരിലുണ്ടാകുന്ന ഫിസിക്കൽ ചേഞ്ച് അല്ലെങ്കിൽ ശാരീരിക മാറ്റവും അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റ്, എന്തെല്ലാം ഡെവലപ്മെൻറ്റാണ്? സെക്സ്വൽ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ലൈംഗിക വളർച്ചയും അവരിൽ എന്താണ് ഉണ്ടാക്കുന്നത്? ജിജ്ഞാസയും ആശങ്കയും ഉണ്ടാക്കാം. ക്യാൻ മേക്ക് ദം ക്യൂരിയസ്, ജിജ്ഞാസയും അതുപോലെ തന്നെ ആങ്ഷ്യസ്, ആശങ്കയും ഉണ്ടാക്കാം. അപ്പം ഫിസിക്കൽ ചേഞ്ച് ശാരീരിക മാറ്റവും, സെക്സ്വൽ ഡെവലപ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈംഗിക വളർച്ചയും, ഇൻ ടീനേഴ്സ് കൗമാരക്കാരിൽ ക്യാൻ മേക്ക് ദം അവർക്ക് ഉണ്ടാക്കാമെന്ന് ക്യൂരിയസ് ജിജ്ഞാസയും അതുപോലെ തന്നെ ആങ്ഷ്യസ് അതായത് ആശങ്കയും ഉണ്ടാക്കുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അൺസയൻറ്റിഫിക് ഇൻഫർമേഷൻ ഫ്രം വേരിയസ് സോഴ്സ് ഇൻക്ലൂഡിംഗ് സോഷ്യൽ മീഡിയ ക്യാൻ ബി ടേക്കൻ ടു ബി ട്രൂ ആൻഡ് ദേ മേ ലീഡ് ടു റിസ്കി ബിഹേവിയറൽ പാറ്റേൺസ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടെയും വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുന്ന അശാസ്ത്രീയമായിട്ടുള്ള ധാരണകൾ ശരിയെന്ന് ധരിക്കാനും അതുവഴി അപകട സാധ്യതയുള്ള പെരുമാറ്റത്തിൽ ഏർപ്പെടാനും ഇടയുണ്ട്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അൺസയൻറ്റിഫിക് ഇൻഫർമേഷൻ, അശാസ്ത്രീയമായ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ലഭിക്കുന്ന ഇൻഫർമേഷനുകൾ എന്ത് ചെയ്യുന്നു? ഫ്രം വേരിയസ് സോഴ്സ്, വ്യത്യസ്തമായ സോഴ്സുകളിൽ നിന്ന് ലഭിക്കുന്ന അശാസ്ത്രീയമായ അറിവുകൾ എന്താണ്? അത് ശരിയല്ല, അത് അറിവ് എന്ന് പറയാൻ പോലും പറ്റില്ല. ചില കാര്യങ്ങൾ നമ്മളുടെ കൂട്ടുകാരിൽ നിന്നായിരിക്കാം, സോഷ്യൽ മീഡിയയിൽ നിന്നായിരിക്കാം, ഫേസ്ബുക്കിൽ നിന്നായിരിക്കാം, ഇൻസ്റ്റഗ്രാമിൽ നിന്നായിരിക്കാം, ഗൂഗിളിൽ നിന്നായിരിക്കാം, എവിടെ നിന്നാണെങ്കിലും അശാസ്ത്രീയമായിട്ട് നമുക്ക് ലഭിക്കുന്നത് വാട്സപ്പിൽ നിന്നായിരിക്കാം. ഓക്കെ, ഇൻക്ലൂഡിങ് സോഷ്യൽ മീഡിയ, അതായത് സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്നതായിരിക്കാം. ക്യാൻ ടു ബി ട്രൂ, ചില കുട്ടികൾ എന്ത് ചെയ്യും? ട്രൂ ആണ്, സത്യമാണെന്ന് വിചാരിക്കാൻ സാധ്യതയുണ്ട്. ആൻഡ് ദേ മേ ലീഡ് ടു റിസ്കി ബിഹേവിയറൽ പാറ്റേൺ, അങ്ങനെ സത്യമാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് റിസ്കി ബിഹേവിയറൽ പാറ്റേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അപകട സാധ്യതയുള്ള പെരുമാറ്റത്തിലേക്ക് അവരെ നയിക്കുവാനായിട്ട് സാധ്യതയുണ്ട്. ഓക്കെ, റിസ്കി അപകടമുള്ള ബിഹേവിയറൽ പാറ്റേൺ സ്വഭാവത്തിലേക്ക് നയിക്കും. ഓക്കെ, ലീഡ് ടു നയിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഇനി അടുത്ത സെൻറ്റൻസിലേക്ക് പോവാണ്. അഡോളസൻസ് ഷുഡ് ബി a stage to discern undesirable gestures like gaze, touch and physical temptation directed towards them എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് തങ്ങളുടെ ഈ കൗമാരപ്രായം തങ്ങളുടെ നേർക്കുണ്ടാകുന്ന നോട്ടവും സ്പർശനവും പ്രലോഭനവും വിവേചന ബുദ്ധി ഉപയോഗിച്ച് ശരിയായി തിരിച്ചറിയുവാനും തെറ്റായവയെ ശക്തിയായി നോ പറയുവാനും പ്രതികരിക്കുവാനുമുള്ള ആർജവും ശേഷിയും രൂപപ്പെടുത്തുന്ന ഘട്ടം കൂടി ആകണം. ഓക്കെ, അപ്പം ഞാനിത് ഒന്നുകൂടി പറയുകയാണ്. അഡോളസൻ ഷുഡ് ബി, അതായത് കൗമാര കാലഘട്ടം, ബി എ സ്റ്റേജ്, അതായത് ഒരു അവസ്ഥയായിരിക്കും. ടു ഡിസേൺ അൺഡിസറേബിൾ ജസ്റ്റേഴ്സ്, അതായത് ഡിസേൺ അതായത് വിവേചിച്ചറിയണം. എന്താണ്? അൺഡിസൈറബിൾ ജസ്റ്റേഴ്സ്, അതായത് നമുക്ക് ഇഷ്ടമല്ലാത്ത രീതിയിലുള്ള ആംഗ്യങ്ങൾ.
ലൈക്ക് ഗെയ്സ് അതായത് തുറിച്ചുള്ള നോട്ടം, ടച്ച് സ്പർശനം, ആൻഡ് ഫിസിക്കൽ ടെംപ്റ്റേഷൻ ശാരീരികമായിട്ടുള്ള പ്രലോഭനങ്ങൾ, ഡിറക്റ്റഡ് ടുവേർഡ്സ് ദം അവർക്ക് നേരെ വരുന്നവ തിരിച്ചറിയുവാനുള്ള ഒരു കാലഘട്ടമായിരിക്കണം. ഇറ്റ് ഓൾസോ എ സ്റ്റേജ് ടു ഡെവലപ്പ് കറേജ് ആൻഡ് കപ്പാസിറ്റി ടു സേ നോ ടു വാട്ട് ഈസ് റോങ്. ഈ കാലഘട്ടം എന്തായിരിക്കണം? കുട്ടികൾ ഡെവലപ്പ് ചെയ്യണം. എന്താണ് ഡെവലപ്പ് ചെയ്യുക? ആർജിച്ചെടുക്കണം. കറേജ് അതായത് ധൈര്യം, ആൻഡ് കപ്പാസിറ്റി അതായത് കഴിവ്, ടു സേ നോ അതായത് നോ എന്ന് പറയാൻ അല്ലെങ്കിൽ വേണ്ട എന്ന് പറയാൻ, വാട്ട് ഈസ് റോങ് അതായത് തെറ്റായതിനോട് വേണ്ട എന്ന് പറയുവാനുള്ള കഴിവ് ആർജിച്ചെടുക്കേണ്ട സമയമാണ് കൗമാര കാലഘട്ടം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇൻ എനി സിറ്റുവേഷൻ ദ demeanor should be in such a way that word and action should be restricted according to social norms and the freedom and dignity of others to be valued and respected. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഏതൊരവസ്ഥയിലും അതായത് നമ്മൾ കാരണം ഏത് സന്ദർഭത്തിലും അല്ലെങ്കിൽ ഏതൊരവസ്ഥയിലും വാക്കുകൾക്കും പ്രവൃത്തികൾക്കും സ്വയം അതിര് കൽപ്പിക്കുകയും മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തെയും അതുപോലെ തന്നെ അഭിമാനത്തെയും വികൽപ്പിക്കുകയും ചെയ്യുന്ന പെരുമാറ്റങ്ങളാണ് വേണ്ടത്. അപ്പം വാട്ട് കൈൻഡ് ഓഫ് ക്യാരക്ടർ children should have in adolescence age അല്ലെങ്കിൽ adolescence age they should have in adolescence കൗമാര കാലഘട്ടത്തിൽ അവർ നേടിയെടുക്കേണ്ട കാര്യങ്ങൾ ഏതെല്ലാം? ഇൻ എനി സിറ്റുവേഷൻ ഏതൊരു ജീവിത സാഹചര്യത്തിലും ദ ഡിന്യൂമർ ഷുഡ് ബി അതായത് അവരുടെ സ്വഭാവം എങ്ങനെയായിരിക്കണം? ഇൻ സച്ച് എ വേ നല്ല തരത്തിലായിരിക്കണം. ദാറ്റ് വേർഡ്സ് ആൻഡ് ആക്ഷൻ ഷുഡ് ബി റെസ്ട്രിക്റ്റഡ് അതായത് വാക്കുകളും പ്രവൃത്തികളും റെസ്ട്രിക്റ്റിരിക്കണം. അക്കോർഡിംഗ് ടു ദ സോഷ്യൽ നോംസ് അതായത് സാമൂഹ്യ നിയമങ്ങൾക്കനുസൃതമായും, ആൻഡ് ഫ്രീഡം ആൻഡ് ഡിഗ്നിറ്റി അതായത് സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ ഡിഗ്നിറ്റി മഹത്വവും ഓഫ് അതേഴ്സ് ആർ വാല്യൂഡ് മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യവും അവരുടെ ഡിഗ്നിറ്റി അല്ലെങ്കിൽ അഭിമാനത്തെയും വാല്യൂ ചെയ്യുന്ന അല്ലെങ്കിൽ വില കൽപ്പിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള സ്വഭാവം എപ്പോൾ കുട്ടികൾ നേടിയെടുക്കണം? അഡോളസൻസിൽ നേടിയെടുക്കണം. ദ ഇൻഫർമേഷൻ ഗെയിൻഡ് ത്രൂ വേരിയസ് മീൻസ് നീഡ്സ് ടു ബി കെയർഫുള്ളി എവാലുവേറ്റഡ് ബിഫോർ പുട്ടിംഗ് ഇൻ ടു പ്രാക്ടീസ് അതായത് വ്യത്യസ്ത തരമായിട്ടുള്ള സോഴ്സുകളിലൂടെ അതായത് നമുക്ക് ലഭിക്കുന്ന അല്ലെങ്കിൽ വ്യത്യസ്തമായ മാർഗങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്ന ഏത് വിജ്ഞാനത്തെയും നോളജിനെ എങ്ങനെയാണ് അല്ലെങ്കിൽ ഇൻഫർമേഷനെ പരീക്ഷിക്കുന്നതിന് മുമ്പ് കൃത്യമായിട്ട് വിലയിരുത്തേണ്ടത് അനിവാര്യമാണ്. അതായത് നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ദ ഇൻഫർമേഷൻ അതായത് ഇൻഫർമേഷൻ അറിവുകൾ ഗെയിൻഡ് ത്രൂ വേരിയസ് മീൻസ് അത് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി. സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ കൂട്ടുകാർ വ്യത്യസ്തമായിട്ടുള്ള സോഷ്യൽ മീൻസ് നീഡ്സ് ടു ബി കെയർഫുള്ളി എവാലുവേറ്റഡ് അവ ശരിയായ രീതിയിൽ വിലയിരുത്തണം ബിഫോർ പുട്ടിംഗ് ഇൻ ടു പ്രാക്ടീസ് അവയെ പ്രാക്ടീസ് ചെയ്യുന്നതിന് മുമ്പ്. ഓക്കെ, ആ കാര്യം മനസ്സിലായെന്ന് തോന്നുന്നു. ഹെൽപ്പ് ഫ്രം parents, teachers, health workers and school counselors can be sought if one is not capable of doing it by oneself. അതായത് ഒരാൾക്ക് തന്നെ ഈ കാര്യങ്ങൾ ഇവർക്ക് കിട്ടുന്ന ഈ കാര്യങ്ങളെക്കുറിച്ച് വിലയിരുത്തുന്നതിനോ പഠിക്കുന്നതിനോ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നടത്തുവാൻ പറ്റുന്നതിന് സ്വയം കഴിയാതെ വരുന്ന സാഹചര്യത്തിൽ അവരാരിൽ നിന്നെല്ലാം രക്ഷിതാക്കൾ, അധ്യാപകർ, ആരോഗ്യ പ്രവർത്തകർ, സ്കൂൾ കൗൺസിലർ എന്നിവരുടെ സഹായവും തേടേണ്ടതാണ്. ഓക്കെ, ഹെൽപ്പ് ഫ്രം ദ പേരൻസ് അതായത് രക്ഷിതാക്കളുടെ സഹായം, ടീച്ചേഴ്സിൻ്റെ സഹായം, ഹെൽത്ത് വർക്കേഴ്സ് ആരോഗ്യ പ്രവർത്തകരുടെ സഹായം, സ്കൂൾ കൗൺസിലേഴ്സിൻ്റെ സഹായം ക്യാൻ ബി സൗണ്ട് ഇവയെല്ലാം നേടിയെടുക്കാവുന്നതാണ്. ഈഫ് വൺ ഈസ് നോട്ട് കേപ്പബിൾ ഓഫ് ഡൂയിങ് ബൈ വൺ സെൽഫ് ഒരാൾക്ക് അത് ചെയ്യുവാനായിട്ട് സാധിക്കുന്നില്ല എങ്കിൽ. എനിക്ക് തോന്നുന്നു ഈ പാഠഭാഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന്. ഇനി നമ്മൾ അടുത്ത പാഠഭാഗത്തേക്ക്